ഹായ്, ഇന്നൊരു മോർണിംഗ് വർക്കിന് പോയിട്ട് വന്നാലോ? രാവിലെ തന്നെ തേച്ച് കുളിച്ചോറിലോട് സൺസ്ക്രീമും വാരി പൊത്തി നേരെ വർക്ക് സൈറ്റിലേക്ക്. ഇന്നൊരു ഫ്രണ്ടും ഉണ്ടോ കേട്ടോ കൂടെ. ഏകദേശം രാവിലെ 9-10 മണിയായതേ ഉള്ളൂ. അപ്പോഴേക്കും എന്താ ചൂട് വെയിലിൻ്റെ. രണ്ടുപേരും ഉള്ളത് കൊണ്ട് തന്നെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കൂട്ടം പറഞ്ഞാണ് പോക്ക്. അതിൻ്റെ ഇടയിൽ പ്രകൃതി രമണി ആസ്വദിക്കാനും മറന്നിട്ടില്ല. പഴയൊരു സിനിമയിൽ ജഗദീഷ് പറഞ്ഞല്ലോ, വിജൃംഭിച്ച് കിടക്കുന്ന ഒരു ബംഗ്ലാവെന്ന് പറഞ്ഞ പോലെ ഒരു വിജൃംഭിച്ച് കിടക്കുന്ന ഒരു പാലം നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒന്നിറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്ത് പട്ടി ഷോ കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ സമയപരിമിതി മൂലം നടന്നില്ല. അങ്ങനെ ലാസ്റ്റ് വർക്ക് സൈറ്റിലെത്തുമ്പോൾ തന്നെ ഉള്ളിലൊരു ആദിയാണ്. ചിക്കൻ പൊരിച്ചതും ബീഫ് ഫ്രൈയും ഉണ്ടാകാതിരിക്കില്ല. ഉണ്ടായാൽ തന്നെ ഞാൻ ഫുഡ് കഴിക്കുന്ന സമയം തരുന്നത് കൂടാതെ കുറച്ചധികം കൈയിട്ടും വാരണം. മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ട്. ആവശ്യം വേണ്ട സാധന സാമഗ്രികളെല്ലാം എടുത്ത് നേരെ ഓഡിറ്റോറിയത്തിനകത്തേക്ക്. ഉള്ളിലേക്ക് കടന്നപ്പോഴും നമ്മുടെ ചേച്ചിമാർ അവസാന മിനുക്കുപണിയിലാണ് കേട്ടോ. സ്റ്റേജ് അറേഞ്ച്മെൻറ്റ്സും മറ്റ് അറേഞ്ച്മെൻറ്റ്സും എല്ലാം സെറ്റായിട്ടുണ്ട്. വൈറ്റ് ഗ്രീൻ തീമിലാണ് ഇന്നത്തേത്. ഗ്രീൻ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഓർത്തത് സാധാരണ 1 കിലോ ലിപ്സ്റ്റിക് അടിച്ച് പൊത്താറാണുള്ളത്. പക്ഷെ ഇന്നത് മറന്നുപോയി. നേരെ അത് ഇടുന്ന രംഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരെ അതും അടിച്ചു പൊത്തി. ഞാൻ റെഡി. അടുത്ത പരിപാടി എല്ലാവരെയും വിളിച്ചു കൂട്ടിയൊരു ബ്രീഫിങ്. കാര്യങ്ങൾ ഏകദേശം എല്ലാവരും ഓർമ്മിപ്പിക്കുന്ന രീതിയാണ് അത്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഡ്യൂട്ടിയിലേക്ക്. ഇടയ്ക്കിടയ്ക്ക് ഓടിപ്പോയി ജ്യൂസ് കുടിക്കാനൊന്നും മറന്നിട്ടില്ല കേട്ടോ. നല്ല വെയിലും ഉണ്ട്, നല്ല ചൂടും നല്ല ദാഹവും. 4-5 ഗ്ലാസ് ജ്യൂസും ഇടയ്ക്ക് അകത്താക്കി. ഇപ്പോൾ കിട്ടുന്ന സമയത്ത് നമുക്ക് ജ്യൂസ് കുടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ സമയം കിട്ടില്ല വർക്കിൻ്റെ ഇടയ്ക്ക്. ഇതാണ് നമ്മുടെ ആള്, നമ്മുടെ സ്വന്തം മുതലാളി മൊട്ട ബോസ്. മൊട്ട പപ്സ് അല്ല കേട്ടോ, മൊട്ട ബോസ്. കാര്യമായി എന്തോ പണിയിലാണ്. എല്ലാവരും ഫുഡ് സെർവ് ചെയ്യുന്ന തളിക സെറ്റാക്കുന്ന തിരക്കിലാണ് കേട്ടോ. മൊട്ട ബോസും അവരുടെ കൂടെ നിന്ന് തന്നെ കാര്യമായ അറേഞ്ച്മെൻറ്റ്സിലാണ്. അങ്ങനെ ബ്രൈഡിംഗ് റൂമിൻ്റെ എൻട്രിയിലേക്ക്. അങ്ങനെ അവരുടെ കൂടെ സ്റ്റേജിലെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാനും സ്റ്റേജിലേക്ക്. സ്റ്റേജിലെ ചടങ്ങുകൾ, ഫോട്ടോഷൂട്ട്, അതിൻ്റെ രീതിക്ക് അതങ്ങ് നടക്കുന്നുണ്ട്. ചടങ്ങുകൾ ഏറെക്കുറെ കഴിഞ്ഞു. വിശന്നിട്ട് എനിക്ക് ഒരു രക്ഷയില്ല. ചുറ്റുമുള്ള ഒന്നും നോക്കിയില്ല. നേരെ പോവുക, പ്ലേറ്റ് കാലിയാക്കുക. അതായിരുന്നു എൻ്റെ ലക്ഷ്യം. ഇനിയിപ്പം നമ്മുടെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ബ്രൈഡിനെയും ഗ്രൂമിനെയും പറഞ്ഞു വിട്ട് ശേഷം ഞാനും നേരെ വീട്ടിലേക്ക്. അപ്പോൾ ശരി, ടാറ്റാ.